നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒടുവിൽ കടകംപള്ളിക്ക് ജയിലറ ഒരുക്കി പ്രതികളുടെ മൊഴികളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പതുക്കെ കടകംപള്ളിയിലേക്ക് എത്തുന്ന തരത്തിലുള്ള പല മൊഴികളും ഇപ്പോൾ പ്രതികളുടെ വായിൽ നിന്ന് വരുന്നുണ്ട്. എന്തുകൊണ്ട് കടകംപള്ളിയിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഇവിടെ പുറത്ത് പ്രതിപക്ഷം പ്രതിഷേധം നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ കടകംപള്ളിക്ക് അല്ലെങ്കിൽ കടകംപള്ളിയുടെ പേര് പറഞ്ഞുകൊണ്ട് മൊഴികൾ പുറത്തു വരുന്നത്. ചാട്ടുളി പോലെയാണ് ഇപ്പോൾ അത് വീശുന്നത്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിക്ക് കുരുക്കായി ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെയും മൊഴിയാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ കുരുക്കാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കടകംപള്ളിയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് വിവരം. മന്ത്രിയാകുന്നതിന് മുൻപ് തന്നെ കടകംപള്ളി സുരേന്ദ്രനെ അറിയാമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്ന മൊഴി. തിരുവനന്തപുരത്തുകാരൻ എന്ന നിലയിൽ കടകംപള്ളിയുമായി പരിചയമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ദേവസ്വം ബോർഡ് മന്ത്രിയായതിനു ശേഷം കടകംപള്ളി സുരേന്ദ്രൻ പുളിമാത്തെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴിയിൽ പറയുന്നുണ്ട്. സൗഹൃദ സന്ദർശനം എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കുന്നത്. എ പത്മകുമാറിന്റെ മൊഴിയും കടകംപള്ളി സുരേന്ദ്രന് എതിരായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താൻ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ മന്ത്രി കടകംപള്ളിക്കും തന്ത്രി കണ്ഠര് രാജീവർക്കും അറിയാമായിരുന്നു എന്നായിരുന്നു എ പത്മകുമാർ നേരത്തെ നൽകിയ മൊഴി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരിട്ട ആരോപണങ്ങൾക്ക് മറുപടിയുമായി കടകംപള്ളി സുരേന്ദ്രൻ എംഎൽഎയും രംഗത്ത് വരുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സൗഹൃദമുണ്ടായിരുന്നുവെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം നിർണായക സംഭവങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഒരു പ്രാവശ്യം പോയ കാര്യത്തെക്കുറിച്ചും പ്രത്യേക അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ പോറ്റിയുടെ വീട്ടിലല്ല, അന്നത്തെ പോറ്റിയുടെ വീട്ടിലാണ് പോയത്. 2017 എന്നാണ് എന്റെ ഓർമ്മ. 2016 മന്ത്രിയായപ്പോൾ ശബരിമലയിൽ പോകുമ്പോൾ പോറ്റി കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ശബരിമലയിൽ പോകുന്ന ദിവസം പോറ്റി എന്നെ വിളിച്ചിരുന്നു. കാര്യമായിട്ടുള്ള പോറ്റിയുടെ വീട്ടിലെ ഒരു കുട്ടിയുടെ ചടങ്ങിന് പങ്കെടുക്കുമോ എന്ന് ചോദിച്ചു. ആ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ പോയി. പോലീസ് അകമ്പടിയോടെയാണ് പോയത്. ഇന്നത്തെ തരത്തിലല്ലല്ലോ ഞാനും പലരും പോറ്റിയെ കണ്ടിട്ടുള്ളത്. ഇല്ലെങ്കിൽ പോകുമായിരുന്നില്ല. അയാൾ എനിക്ക് യാതൊരു തരത്തിലുള്ള സമ്മാനങ്ങളും തന്നിട്ടില്ല. എന്റെ മണ്ഡലത്തിനായി പോറ്റി യാതൊരു സ്പോൺസർഷിപ്പും നടത്തിയിട്ടില്ല. മന്ത്രിയായിരിക്കെ കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പലതവണ വന്നിട്ടുണ്ടെന്ന് പോറ്റിയുടെ തൊട്ടടുത്ത അയൽക്കാരനാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും രേഖകൾ പിടിച്ചെടുത്തതിന്റെ മഹസർ സാക്ഷിയാണ് വിക്രമൻ നായർ. കടകംപള്ളി സുരേന്ദ്രൻ ഇവിടെ 2 തവണ കണ്ടിട്ടുണ്ട്. വന്ന സമയത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നു. അന്ന് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആദ്യം വന്നപ്പോൾ ഉടനെ തന്നെ തിരിച്ചുപോയി. 2ാം തവണ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാണ് അദ്ദേഹം പോയതെന്നും വിക്രമൻ നായർ പറഞ്ഞു. പോറ്റി പറഞ്ഞ മൊഴി ഒന്നുകൂടെ ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ അയൽക്കാരൻ നൽകിയിട്ടുള്ള മൊഴിയും. ഏതായാലും ഇത് കടകംപള്ളിയിലേക്ക് എന്തിനു വന്നു ഏതിനു വന്നു എന്നുള്ള ഒരു അന്വേഷണം SIT ഇപ്പോൾ നടത്താനുള്ള നീക്കവുമുണ്ട്. അതേസമയം ശബരിമല സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ എ പത്മകുമാറിന്റെയും N വാസുവിന്റെയും അടക്കം സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഒരുങ്ങി ED. ഇതുമായി ബന്ധപ്പെട്ട് നടപടി ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം 3 സംസ്ഥാനങ്ങളിലെ പലയിടങ്ങളിലായി ED വ്യാപക റെയ്ഡ് നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഒരുങ്ങുന്നത്. കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിന് പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ്, ഗോവർദ്ധൻ, എ പത്മകുമാർ, N വാസു തുടങ്ങിയവരുമായുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ N വാസു, പത്മകുമാർ ഉൾപ്പെടെയുള്ള പ്രതികളുടെ സ്വത്ത് വിവരങ്ങൾ ED ശേഖരിച്ചിട്ടുണ്ട്. വസ്തുവകകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസത്തെ റെയ്ഡിൽ ED ശേഖരിച്ചു. വൈകാതെ തന്നെ താൽക്കാലിക കണ്ടുകെട്ടൽ നടപടികളിലേക്ക് ED കടക്കുമെന്നാണ് വിവരം. ആദ്യഘട്ട റെയ്ഡ് ഇതിനകം പൂർത്തിയായി. സ്പോൺസർഷിപ്പ് ക്രമക്കേട് വൻതോതിൽ ശബരിമലയിൽ നടന്നിട്ടുണ്ടെന്നാണ് റെയ്ഡിൽ EDക്ക് വ്യക്തമായത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസർ കോർഡിനേറ്ററായി പ്രവർത്തിച്ചു. പലരെയും കൊണ്ടുവരികയും സംഭാവന സ്വീകരിക്കുകയും ചില ജോലികൾ ചെയ്യിക്കുകയും ഇതിൽ നിന്നടക്കം ഇവർ സാമ്പത്തിക ലാഭമുണ്ടാക്കുകയും ചെയ്തു എന്നാണ് ED നിഗമനം. കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ സ്വത്ത് വിവരങ്ങളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ശബരിമലയിൽ എത്തിയ ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തികമായി വൻതോതിൽ ധനസമ്പാദനം നടത്തിയതെന്ന് EDക്ക് ബോധ്യമായിട്ടുണ്ട്. ഇത് കള്ളപ്പണത്തിന്റെ കീഴിൽ വരുമെന്നാണ് ED പറയുന്നത്.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസിലും ജാമ്യമുണ്ട്. നിയമപരമായി സ്വാഭാവിക നടപടിക്രമം എന്ന നിലയിലാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ SITക്ക് ഇതുവരെ സാധിച്ചില്ല. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാലാണ് ജാമ്യം ലഭിക്കുന്നത്. എന്നാൽ കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിൽ മോചിതനാകാൻ സാധിക്കില്ല. ഈ കേസിൽ റിമാൻഡിൽ തുടരും. ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടിക്കും SIT ഒരുങ്ങുന്നുണ്ട്. ഹൈക്കോടതിയുമായി ഇത് സംബന്ധിച്ച ആശയവിനിമയം നടത്തിയതായാണ് ലഭ്യമായ വിവരം. കേസിൽ ചാർജ് ഷീറ്റ് നൽകുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും അന്വേഷണത്തിനായി കോടതി സമയം നീട്ടി നൽകിയിരുന്നു. കൂടുതലായി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ കുറ്റപത്രം സമർപ്പിക്കാനാണ് SIT ഒരുങ്ങുന്നത്. കേസിൽ അറസ്റ്റിലായ പ്രതികൾക്ക് വിവിധ കേസുകളിലായി വിവിധ ഘട്ടങ്ങളിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുരാരി ബാബുവിന്റെ അറസ്റ്റ് ഒരേ സമയത്ത് രേഖപ്പെടുത്തിയതിനാലും റിമാൻഡിൽ 90 ദിവസം പൂർത്തിയായതിനാലും മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജി കോടതി പരിഗണിക്കുമെന്നാണ് സൂചന. ശബരിമലയിലെ പഴയ കൊടിമരത്തിൽ നിന്നും കാണാതായ അഷ്ടദിക്പാലകരെയും ഒടുവിൽ കണ്ടെത്തി. സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ നടത്തിയ നിർണായക പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിലായിരുന്നു ഈ പുണ്യശില്പങ്ങൾ. സംഭവത്തിൽ അന്വേഷണ സംഘം കൊല്ലം കോടതിയിൽ വിശദമായ റിപ്പോർട്ട് നൽകും. കൊടിമരത്തിൽ സ്ഥാപിച്ചിരുന്ന ചെറിയ ശില്പങ്ങളാണ് അഷ്ടദിക്പാലകർ. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നപ്പോൾ ഇവ എവിടെയാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നലെ രാത്രി 1:30 സന്നിധാനത്ത് SIT നടത്തിയ പരിശോധനയിലാണ് സ്ട്രോങ് റൂമിലെ ഒരു മൂലയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ ഇവ കണ്ടെത്തിയത്. ഇവ സ്വർണത്തിൽ തീർത്തവയാണോ അതോ ലോഹക്കൂട്ട് ആണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. സ്വർണ്ണക്കൊള്ള കേസിലെ ഗൗരവം കണക്കിലെടുത്ത് വിചാരണയ്ക്കായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാനും SIT ശുപാർശ നൽകിയെന്നാണ് സൂചന. തൃശൂർ സ്വദേശിയായ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണനെയാണ് ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ഇത് സംബന്ധിച്ച ഫയൽ ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയിലാണ്. ശക്തമായ നിയമ പോരാട്ടത്തിലൂടെ പ്രതികളെ കുടുക്കാനാണ് സർക്കാരിന്റെ നീക്കം. സന്നിധാനത്തെ ദേവസ്വം ഓഫീസുകളും സ്ട്രോങ് റൂമുകളിലും SIT നടത്തിയ പരിശോധന ഇന്നലെ രാത്രി വൈകിയാണ് അവസാനിച്ചത്. ED നടത്തിയ ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോയ്ക്ക് പിന്നാലെ SITയും തെളിവുകൾ കണ്ടെത്തിയതും പ്രതികളായ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനും വലിയ തിരിച്ചടിയാണ്. അഷ്ടദിക്പാലകരെ ആരെ എപ്പോൾ ചാക്കിൽ കെട്ടി സ്ട്രോങ് റൂമിലേക്ക് മാറ്റി എന്നതിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ ഉന്നതർ കുടുങ്ങുമെന്ന സൂചനയാണ് SIT നൽകുന്നത്. സന്നിധാനത്തെ പരിശോധനകളിൽ ലഭിച്ച ഡിജിറ്റൽ തെളിവുകളും രേഖകളും കൊല്ലം കോടതിയിൽ ഹാജരാക്കുന്നതോടെ കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട്.